പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് കുറച്ച് കെമിസ്ട്രി ബേസിക്സ് നമുക്ക് പഠിക്കാം. നമുക്ക് എന്താണ് മോള് എന്നതാണ് നമുക്ക് പഠിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ മോള് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠ്യഭാഗമാണ് ഈ മോള് എന്ന് പറഞ്ഞത്. അത് വളരെ അധികം പ്രാധാന്യം എന്നുള്ളത് വെച്ചാൽ നമുക്ക് ഈ രാസപ്രവർത്തനത്തിന് വിധേയമാക്കുന്ന വസ്തുക്കൾ എടുക്കണം, ഏത് അളവിൽ എടുക്കണം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മോൾ എന്താണ് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. മോൾ ഗ്രാം, 1 മോൾ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതിനൊന്ന് നമുക്ക് ശ്രമിക്കാം. എന്താണ് ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ആ ചുവന്ന ഇതിൻ്റെ മുകളിൽ, ചെറിയ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു 3 സാധനങ്ങൾ കാണാം. 3 ഫ്രൂട്ട്സ് ആണ് അത്. ഒന്ന് ഗൂസ്ബെറി, ഒന്ന് ടൊമാറ്റോ, പിന്നെ പാഷൻ ഫ്രൂട്ട്. അങ്ങനെ 3 തരം ഫ്രൂട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ 3 വലിപ്പ വ്യത്യാസം ഉണ്ട് ഇല്ലേ? ഇതിൻ്റെ ഏകദേശം 16 ഇരട്ടി വലിപ്പമുണ്ട്. ഇതിൻ്റെ ഒരു 35 ഇരട്ടി വലിപ്പമുണ്ട്. മനസ്സിലായ? ഇതിൻ്റെ ഭാരം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക. ഇതിന് നമുക്ക് ഇത് കാണാനായിട്ടാണ് ഞാൻ ഇത്ര വലിപ്പമെടുത്തത്. ഇതിൽ ചെറുതെടുത്താൽ ക്യാമറയിലൊന്നും പെടില്ല, കാണില്ല. അതുകൊണ്ട് എന്തായാലും ഇതിന് 1 ഗ്രാം ഭാരമുള്ളത്. ഇതൊരു നെല്ലിക്കയാണ്. അതിന് എത്രയുള്ള ഭാരമുള്ളത്? 1 ഗ്രാം. ഇതിന് 16 ഇരട്ടി ഭാരം ഉണ്ടെങ്കിൽ ഇതിന് എത്ര ഭാരം ഉണ്ടായിരിക്കും? എത്ര ഗ്രാം ഭാരം ഉണ്ടായിരിക്കും? ഇതിന്റെ 35 ഇരട്ടി മാസുണ്ട്. 35 ഇരട്ടി മാസുണ്ട് ഏതിന്? ഈ പാഷൻ ഫ്രൂട്ടിനെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എത്ര ഭാരം ഉണ്ടായിരിക്കും? 35 ഗ്രാം ഭാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ അംശം എന്താ? 1, 16, 35 റേഷ്യയിലാണ്. ഒരെണ്ണത്തിന് 1 ഗ്രാം ഭാരമാണെങ്കിൽ ഇതിന് 16 ഗ്രാം ഭാരം, 16 ഇരട്ടി ഭാരം ഉണ്ട്. 1 ഗ്രാം ആണെങ്കിൽ 16 ഗ്രാം, ഇതിന് 35 ഗ്രാം ഭാരം ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പൊ ഈ തത്വം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതാം. ആദ്യത്തെ ഗൂസ്ബെറിക്ക് ജി എന്ന് കൊടുക്കാം. എന്താണ്? ജി, ഗൂസ്ബെറി, നെല്ലിക്ക. രണ്ടാമത് ടൊമാറ്റോ ട്രീ. മൂന്നാമത് ഉള്ളത് പാഷൻ ഫ്രൂട്ട്, എഫ്. അപ്പൊ 3 ഫ്രൂട്ട്സ് ആണ്. 1 ഗൂസ്ബെറി, ജി, ടൊമാറ്റോ 2, ടീ. ഇത് ടീ ആണ് കേട്ടോ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ടീ. ഇത് മറ്റേത് എഫ്, പാഷൻ ഫ്രൂട്ടാണ്. അങ്ങനെ 3 ഫ്രൂട്ട്സ് ആണ്. ഇതിന് ഒരെണ്ണം ഇത് ഉള്ളത്. ഒരെണ്ണത്തിന് 1 ഗ്രാം ഭാരമാണ് ഉള്ളത്. ഇത് ടൊമാറ്റോയ്ക്ക് ഇത് 16 ഇരട്ടിന് 16, ഒരെണ്ണത്തിന് 16 ഗ്രാം ഭാരമാണ് ഉള്ളത്. ഇതിന് പാഷൻ ഫ്രൂട്ടിന് 35 ഗ്രാം ഒരെണ്ണത്തിന് 35 ഗ്രാം ഭാരമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഗൂസ്ബെറി 2 ഗ്രാം, രണ്ടെണ്ണത്തിന് എത്ര ഗ്രാം വേണം? 2 എണ്ണം വേണമെങ്കിൽ ഇത് എണ്ണം കേട്ടോ, 2 ഗ്രാം വേണം അല്ലെ? 1 ഗ്രാം വേണം അല്ലെ? ഓരോരുത്തർ 1 ഗ്രാം, 1 ഗ്രാം 2 ഗ്രാം അല്ലേ? അത് 2 എണ്ണം ഇത് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം വേണം? 2 എണ്ണം വേണമെങ്കിൽ എത്ര ഗ്രാം എടുക്കണത്? 16 ഗ്രാം എന്നുള്ള 2 പ്രാവശ്യം എടുക്കണം, 32 ഗ്രാം അല്ലേ? ഇനി ഇത് എത്രയാണ് എടുക്കണമെങ്കിൽ? 2 × 35 ഗ്രാം അല്ലേ? അതായത് 70 ഗ്രാം വേണം അല്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ? ഇല്ല. തെളിയുണ്ട്. അത് തെളിച്ചുണ്ടോ? ഇത് കാണണ്ട. ഓക്കെ.
അത് ശരിയാണ്. ഇനി അടുത്തത് 3 എടുക്കുകയാണെങ്കിലോ, ഇതില് 3 ഇൻറ്റു 1 ഗ്രാം വേണം അല്ലേ? അപ്പോ 3 ഗ്രാം വേണം. ഇതാണ് 3 വേണമെങ്കിലോ 16 ഇൻറ്റു 3 ഇൻറ്റു 16 അല്ലേ? 3 വേണമെങ്കിലും നമുക്ക് വേണ്ടത് 3 ഇൻറ്റു 16 ആയിരിക്കും അല്ലേ? വേണമെങ്കിൽ 3 ഗ്രാം വേണമെങ്കിൽ 3 ഇൻറ്റു 16 ഗ്രാം അല്ലേ? സമം 32 ഗ്രാം. 16 3 48 ഗ്രാം അല്ലേ? 16 3 48 ഗ്രാം. ഇനി ഇത് 3 വേണമെങ്കിൽ 3 ഗ്രാം പോരാ, 40 ഗ്രാം മതിയോ? പോരാ, 3 35 വേണം അല്ലേ? 105 ഗ്രാം വേണം അല്ലേ? ഇപ്പൊ ഇനി 10 വേണമെങ്കിൽ ഇത് 10 1 ഗ്രാമിന് 10 വേണമെങ്കിൽ 10 ഇരട്ടി വേണം അല്ലേ? 10 10 ഇൻറ്റു 1 ഗ്രാം അതെത്രയാണ്? 10 ഗ്രാം. ഇത് 10 വേണമെങ്കിൽ 10 ഇൻറ്റു 16 ഗ്രാം വേണം അല്ലേ? അപ്പൊ എത്രയാണത്? 160 ഗ്രാം. 160 ഗ്രാം വേണം. 10 വേണമെങ്കിൽ ഇതില് 160 ഗ്രാം വേണം അല്ലേ? ഇത് 10 വേണമെങ്കിലോ 10 ഇൻറ്റു 35 ഗ്രാം വേണം. 10 35 ഗ്രാം വേണം അല്ലേ? അല്ലേ? അപ്പൊ 350 ഗ്രാം വേണം. ഇത് നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ ഇത് 5 ഇരട്ടി എടുക്കുമ്പോ 5 ഇരട്ടി എടുത്ത് 5 ഗ്രാമായി. അപ്പൊ 1 ഗ്രാമിന്റെ 5 ഇരട്ടി എടുത്താൽ പോരാ. ഇതിന് അതേ എണ്ണം പറഞ്ഞെങ്കിൽ 16 ഗ്രാമിന്റെ 5 ഇരട്ടി അല്ലേ? 10 വേണം. ഇതിപ്പോ ഇത് നമുക്ക് ഇത് 100 വേണമെങ്കിൽ ഗൂസ്ബെറി 100 വേണമെങ്കിൽ 100 100 ഗ്രാം വേണം. ഇതാണെങ്കിലോ 100 ഗ്രാം പോരാ, 16 ഗ്രാം. 16 ഇരട്ടി തന്നെ വേണം. കാരണം ഇതിന്റെ 16 ഇരട്ടി ഉണ്ട് ഇതില്ലേ? അപ്പൊ നമുക്ക് ഇതിനൊരു കാര്യം മനസ്സിലായില്ലേ? ഒരേ എണ്ണം വേണമെങ്കിൽ ഇവ തമ്മിൽ 1, 16, 35 അംശബന്ധം ഉള്ളത്. ഇവ ഒന്നാമത്തെ അംശബന്ധം പറഞ്ഞു നോക്കിയേ. മാസിന്റെ അംശബന്ധം 1:16:35 എന്ന ഒരു റേഷ്യോയിലാണ് ഇവിടെ മാസിന്റെ ഓരോ അളവിന്റെ അല്ലേ? ഓരോ എണ്ണത്തിന്റെ എടുക്കുകയാണെങ്കിൽ 1:16:35. 16 ഇരട്ടി ഉണ്ട് മാസ്, മറ്റേത് ലാസ്റ്റത്തെ 35 ഉണ്ട് അല്ലേ? അപ്പൊ ഇത് 2 ഗ്രാം എടുക്കുമ്പോ ഇത് 2 ഗ്രാം ഇരട്ടി കിട്ടാനായിട്ട് 2 ഗ്രാം 2:16 എടുക്കണം അല്ലേ? ഇതിന്റെ അപ്പോഴും ഇവ തമ്മിൽ ഇതിന്റെ അംശം കൊണ്ട് എടുത്തൊക്കെ 2:32:70. 2:32:70. ഇത് ചുരുക്കി എഴുതുമ്പോ 1:16:35 തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ചെറുതാക്കി എഴുതുമ്പോ ഒന്നിലേക്ക് എടുക്കുമ്പോ 2:32:70 അല്ലേ? 1:16:35. ഇത് എടുത്താലേ തന്നെ കിട്ടുക അല്ലേ? 3:16. അപ്പൊ 3:48:105 വെച്ചാൽ ഈസ്റ്റിൽ എഴുതുമ്പോ ബേസ് യൂണിറ്റ് 1:16 അതന്നെ വരും. ഇതിന് റീസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതും എത്ര എഴുതിയിരിക്കും അല്ലേ? ഇതൊരു കൗണ്ടിങ് യൂണിറ്റ് ആണല്ലേ? അതെ, കൗണ്ട് ചെയ്യാൻ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകാന്ന് വെച്ചാല് 16 ഇരട്ടിയുള്ളത് 16 ഗ്രാം എടുത്താലാണ് തുല്യ എണ്ണം ഉണ്ടാവുള്ളൂ അല്ലെ? ഇതിന്റെ 16 ഇരട്ടി ഉണ്ടെങ്കിൽ ഇതിലത്തെ സെയിം എണ്ണം കിട്ടണമെങ്കിൽ ഇത് 16 ഇരട്ടി വേണം അല്ലേ? ഇത് 10 ഗ്രാമില് 10 ഉണ്ടെങ്കിൽ 10 ഗ്രാമില് 10 ഉണ്ടെങ്കിൽ ഇത് എന്ത് വേണം? ഇതിന്റെ 10 ഇരട്ടി 10 കിട്ടാൻ
ഇതിന്റെ 16ന്റെ 10 ഇരട്ടി വേണം അല്ലേ? 160 ഗ്രാമില് വേണം. ഇത് 35ന്റെ 10 ഇരട്ടി വേണം അല്ലേ? അപ്പൊ ഒക്കെ തുല്യ എണ്ണായിരിക്കും അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എന്താണ് ഒരു കാര്യം മനസ്സിലാവുന്നത്? ഇതിന് എന്താണ് അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോള് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിന് ഒരു കാരണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഓരോന്നിൻ്റെ ഗ്രാം അറിയാമെങ്കിൽ, ഓരോന്നെണ്ണത്തിൻ്റെ ഗ്രാം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? നമുക്ക് എണ്ണാതെ തന്നെ പറയാം. ഇപ്പൊ നോക്കുക, ഇതില് ഒരു ചെപ്പില്, ഇപ്പൊ നോക്കുക, ഇതേപോലത്തെ ചെപ്പില് ഇപ്പൊ നമ്മളിപ്പോ നോക്കുക, 20 ഗ്രാം ഉണ്ട് വിചാരിക്കുക. നെല്ലിക്കാണുള്ളത് ഇട്ടിട്ടുള്ളത്. 20 ഗ്രാം ഉണ്ടെങ്കിൽ എത്ര എണ്ണം പറയാൻ പറ്റും? എന്താ, ഒരെണ്ണത്തിന് 1 ഗ്രാമാണ് അല്ലേ? അപ്പൊ 20 ഗ്രാം കാണണമെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവില്ല? 20 എണ്ണം ഉണ്ടായിരിക്കും. ഇനി നോക്കുക, ഇതില് 32 ഗ്രാം ഉണ്ട് വിചാരിക്കുക. അപ്പൊ നമുക്ക് എണ്ണം പറയാൻ പറ്റും. ഒരെണ്ണത്തിന് 16 ഗ്രാമാ. അവ 32 ഗ്രാമിന് എത്ര എണ്ണം പറയാൻ പറ്റും? 2 എണ്ണം പറയാം. അപ്പൊ നമുക്ക് എന്താ, ആകെ ഗ്രാമിനെ ഒരെണ്ണത്തിന്റെ ഭാരം കൊണ്ട് ഹരിച്ച എണ്ണം പിടിക്കാൻ പറ്റൂല്ലേ? അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന്റെ ഭാരം അറിയുകയും ചെയ്യാം, മൊത്തം ഗ്രാം അറിയുകയും ഭാരം അറിയുകയും ചെയ്യും. ഒരെണ്ണത്തിന്റെ ഭാരം അറിയുകയും ചെയ്യുക, മൊത്തം ഭാരം അറിയുകയും ചെയ്യാൻ എത്ര എണ്ണം അതിന് കണ്ടുപിടിക്കാം അല്ലേ? ഇല്ലേ? കാരണം ഇതിലിപ്പോ നോക്കുക, 105 ഗ്രാം ഉണ്ട്. ഒരെണ്ണത്തിന്റെ ഭാരം 35 എത്ര? 35, 3 35 105 അല്ലേ? അപ്പൊ അതിൽ 3 എണ്ണം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരെണ്ണത്തിന്റെ ഭാരം, മൊത്തം ഭാരം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ആ ഒരു തത്വമാണ് ഒന്ന് പഠിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ 1, 16, 35 എന്ന റേഷ്യോയിലാണെങ്കിൽ 3 എണ്ണത്തിന്റെ ഭാരം 1, 16, 35 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16 ഇരട്ടിയുണ്ട്. അപ്പൊ ഇതിന് എടുക്കുന്നതിന്റെ 16 ഇരട്ടിയിൽ എപ്പോഴും ഉള്ള എണ്ണം തുല്യമായിരിക്കും ഇല്ലേ? ഇവിടെ എടുക്കുന്ന അളവിൽ ഇപ്പൊ ഇതിൽ 10 ഗ്രാമില് എത്ര ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 10 എണ്ണം വേണമെങ്കിൽ എന്താണ്, ഈ 10 ഗ്രാമിന്റെ എന്തെടുത്താൽ മതി? ഇതിന്റെ 16 ഇരട്ടി എടുത്താൽ മതി ഇല്ലേ? 10 ഗ്രാമിലുള്ളത് 10 എണ്ണം അല്ലേ? ഇത് ഇതിന്റെ എത്ര ഇരട്ടിയിരിക്കണം? 16 ഇരട്ടിയാണ് ഭാരം ഉണ്ട് അതിന് ഇല്ലേ? അപ്പൊ 16 ഇരട്ടിയിൽ ഉണ്ടാവുന്നതാണ് 10 എണ്ണം തന്നെയാണ്. ഇതിന്റെ 16 ഇരട്ടിയിൽ 160. അപ്പൊ 16 ഇരട്ടിയിലുള്ളത് 10 എണ്ണം തന്നെയല്ലേ? ഇതിന്റെ 35 ഇരട്ടിയാണ് ഇത്. ഏത്? ഫാഷൻ ഫ്രൂട്ട്. അപ്പൊ അപ്പൊ ഇതിന്റെ 10 ഇരട്ടി, അത് 350 എത്ര തന്നെയായിരിക്കും? 10 എണ്ണം തന്നെയായിരിക്കും അല്ലേ? അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു തത്വം. അപ്പൊ നമുക്ക് ഏതിന്റെ, ഇപ്പൊ നോക്കുക, ഇപ്പൊ 700 ഗ്രാം ഉണ്ട്. ഇതിപ്പോ നോക്കുക, ഇതില് നമുക്കുള്ളത് 15, 20 എണ്ണം. ഇതിപ്പോ 20 ഗ്രാം വിചാരിക്കുക. 20 ഗ്രാമിൽ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ എത്രയാ? 20 എണ്ണം. ഇതില് 20 എണ്ണം മനസ്സിലായി അല്ലേ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇതില് 20, അപ്പൊ നമുക്ക് 360 എണ്ണം ഉണ്ട് വിചാരിക്കുക. 320 വിചാരിക്കുക. 320 വെച്ചാൽ എത്രയാ? 20ന്റെ 16 ഇരട്ടി അല്ലേ? 320 20ന്റെ 16 ഇരട്ടി അല്ലേ? 16 ഇരട്ടി ഉണ്ട്. അപ്പോ ഈ 16 ഇരട്ടിയിലുള്ള എണ്ണം എത്ര തന്നെയായിരിക്കും? 20 എണ്ണം ആയിരിക്കും അല്ലേ? ഇതിന്റെ 20 ഇരട്ടിയാണ് ഇതെങ്കിൽ ഇതില് 20 എണ്ണം ഉണ്ടെങ്കിൽ 320 എത്ര ആയിരിക്കും? 20 എണ്ണം ആയിരിക്കും. എണ്ണം 20 ആയിരിക്കും. ഇനി ഈ 20 എണ്ണം കിട്ടാനായിട്ട് 20 ഗ്രാമിലുള്ളത് 20 അല്ലേ? അപ്പൊ ഇതിന്റെ എത്ര മടങ്ങിലുള്ളതായിരിക്കും? അത്
20. 35ന്റെ 70 700 ഗ്രാമിലുള്ളതായിരിക്കും. എത്രയായിരിക്കും? 20. കാരണം ഇതിന്റെ 35 ഇരട്ടിയല്ലേ. അതെ. അപ്പൊ 720 ഉള്ള എത്രയായിരിക്കും? 21 ആയിരിക്കും. മനസ്സിലായ? അപ്പോ നമുക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി. ഒന്നിൽ 16 അട്ടിയുള്ളതില് ഒരെണ്ണത്തിന്റെ ഭാരം ഒന്നിന്റെ 16 അട്ടി ആണെങ്കിൽ ഇപ്പൊ ഇതിൽ നമ്മൾ എടുക്കുന്നതിന്റെ 16 അട്ടിയിലുള്ള എണ്ണവും തുല്യമായിരിക്കും ഇല്ലേ? നമ്മളിപ്പോ ഇത് 1 കിലോ എടുക്കുകയാണെങ്കിൽ ഇത് 16 കിലോ എടുത്താലും അതിലെണ്ണം തുല്യമായിരിക്കും ഇല്ലേ? 16 അട്ടി ഭാരമുള്ള അതുകൊണ്ട് 16 അട്ടി ഭാരം എടുത്താൽ തന്നെ അത്ര എണ്ണം വരുള്ളൂ അല്ലേ? ഇതിലുള്ള 1 ഗ്രാമിൽ അപ്പൊ 1 കിലോയിലുള്ള എണ്ണം കിട്ടുകയെന്ന് വിചാരിക്കുക. 1 കിലോ നെല്ലിക്ക മേടിച്ചു. അതില് നമുക്ക് ഒരു നിശ്ചിത എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 1 കിലോ നെല്ലിക്ക മേടിച്ചപ്പോ 200 എണ്ണം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ 1 കിലോ ഇത് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ 16 കിട്ടുമോ? ഇല്ല. ഇത് തന്നെ അതിന്റെ 16 അട്ടി മേടിച്ചു കഴിഞ്ഞാൽ ഇതേ എണ്ണം കിട്ടും. 200 എണ്ണം കിട്ടും ഇല്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? 200 എണ്ണം കിട്ടിയെങ്കിൽ എത്ര വേണം? 1 കിലോ എത്ര കിലോ മേടിക്കണം? ഇതിന് 35 അരട്ടി മേടിച്ചാൽ മതി. അപ്പൊ ഇതേ എണ്ണം കിട്ടും ഇല്ലേ? കാരണം ഒരെണ്ണത്തിന് 35 അരട്ടിയുണ്ട്. ക്ലിയർ ആയ? മനസ്സിലായില്ലേ? 35 ഇരട്ടി ഉണ്ടെങ്കിൽ 35 ഇരട്ടി മേടിച്ചാൽ അതിലെണ്ണം തുല്യമായിരിക്കും. മനസ്സിലായ? അപ്പോ ഓരോ എണ്ണത്തിന്റെ ഭാരം ഇത് ഒന്നിനെ അപേക്ഷിച്ച് 16 ഇരട്ടി ആണെങ്കിൽ 16 ഇരട്ടി ഇതിലെ ഒരു നിശ്ചിത കിലോ മേടിച്ചു. 10 കിലോ മേടിച്ചപ്പോൾ നിശ്ചിത എണ്ണം ഉണ്ട്, എക്സ് എണ്ണം ഉണ്ടെങ്കിൽ 10 കിലോ മേടിച്ചപ്പോ അതിൽ എക്സ് എണ്ണം ഉണ്ടെങ്കിൽ ഇത് എത്ര കിലോ? 110 അതിന്റെ എന്ത് 16 ഇരട്ടി 160 കിലോ മേടിച്ചാൽ അതിലുള്ളത് എക്സ് തന്നെ ആയിരിക്കും. 350 അത് മേടിച്ചു കഴിഞ്ഞാലും എക്സ് തന്നെ ആയിരിക്കും. മനസ്സിലായ? ഈ തത്വം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോൾ എന്ന കാര്യം കണ്ടുപിടിക്കാം, തുല്യ എണ്ണം കിട്ടാനുള്ളത്. അപ്പൊ നോക്കുക, ഇതിൽ നമുക്ക് ഈ തത്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോൾ എന്ന ആശയം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ നമുക്ക് എന്താന്ന് വെച്ചാല് ഇതിന് നമുക്കിപ്പോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത്. ഏതിന്റെ കാര്യത്തിൽ? ഹൈഡ്രജന്റെ ഭാരം 1 ആണ്. ഹൈഡ്രജന്റെ ഭാരം ആറ്റമിക് മാസ് 1 ആണ്. ആറ്റമിക് മാസ് 1 ആണ്. ഹൈഡ്രജൻ ഇതിന്റെ 1 ആണ് ആറ്റമിക് മാസ്. ഇതിന്റെ ഓക്സിജന്റെ 16 ഇരട്ടിന്റെ, ക്ലോറിന്റെ 35 ഇരട്ടിന്റെ, സിഎലിന്റെ 35 ഇരട്ടിന്റെ. അപ്പൊ ഇത് ഒരെണ്ണം കിട്ടാൻ ഇത് ഒരു യൂണിറ്റ് എടുത്താൽ മതി. ഇത് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ 16 ഇരട്ടി മാസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഉണ്ടാവുക. ഇതിൽ 35 ഇരട്ടിയില് ഒരെണ്ണം ഉണ്ടാവുക അല്ലേ? അത് നമുക്കറിയാം. ഇനി നമുക്ക് 1 ഗ്രാം എടുത്തപ്പോ ഇത് ഹൈഡ്രജൻ 1 ഗ്രാം എടുത്തപ്പോ നമ്മൾ അതിൽ എണ്ണി നോക്കിയപ്പോ എക്സ് എണ്ണം ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ 16 ഗ്രാമിൽ എത്ര എണ്ണ ഉണ്ടായിരിക്കും? ഓക്സിജൻ എത്ര എണ്ണ ഉണ്ടാവുക? എക്സ് എണ്ണ തന്നെയാണ് ഉണ്ടാകുക. അത് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ എത്ര ഗ്രാമിലായിരിക്കും? 35 ഗ്രാമില് എക്സ് എണ്ണ ആയിരിക്കും. എക്സ് എണ്ണ തന്നെയാണ് ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ തുല്യ എണ്ണം വരുന്ന ഒരു ഗ്രാമിനെയാണ് എന്ത് പറയുക? 1 മോൾ. അപ്പൊ ഇത് 1 മോൾ ഹൈഡ്രജന്റെ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ്? ഇതിലുണ്ടായിരിക്കുന്ന എക്സ് എന്നാണ് അല്ലേ? ഇതിനെ പറയാ 1 ഗ്രാം മോൾ. എന്താണ്? 1 ഗ്രാം മോൾ. ഇതിനെ പറയാ 1 ഗ്രാം ഓക്സിജൻ. 1 ഗ്രാം മോൾ ഓക്സിജന്റെ 1 ഗ്രാം മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? 16 ഗ്രാമാണ് 1 ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ. കാരണം 16 ഇരട്ടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഓക്സിജന്റെ അതായത് ഒരു ഗ്രാം ഓക്സിജനിലുള്ള അതേ എണ്ണം കിട്ടണമെങ്കിൽ ഓക്സിജൻ എത്ര ഗ്രാം എടുക്കണം? 16 ഗ്രാം എടുക്കണം. അപ്പൊ ഓക്സിജന്റെ 16 ഗ്രാമിനെ 1 ഗ്രാം മോൾ എന്ന് പറയും. 1 ഗ്രാം മോൾ. അപ്പോ അതിലുണ്ടായിരിക്കുന്ന എക്സ് തന്നെ ആയിരിക്കും. ക്ലോറിൻ ആണെങ്കിൽ
35 ഗ്രാം എടുത്താലാണ് നമുക്ക് ഇതേ എണ്ണം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോ ഈ 35 ഗ്രാമിനെ 1 ഗ്രാം മോൾ എന്ന് പറയും. ഇതിലുണ്ടാക്കുന്ന ഇത് അവഗാഡോ നമ്പർ ആണ്. അത് എത്രയാണ് അവഗാഡോ നമ്പർ? 6.022. 22 ഇതാണ് ഉണ്ടാവുക. ഇതാണ് അവഗാഡോ നമ്പർ ആണ് അതിലുണ്ടായിരിക്കുക. 1 ഗ്രാമിൽ ഒരു അവഗാഡോ നമ്പർ ആണ് ഉണ്ടായിരിക്കുക. 6.022 into 10⁻23 എണ്ണം ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ 16 ഗ്രാം ഓക്സിജൻ എടുത്താലും അതിൽ എത്രയാണ് ഉണ്ടായിരിക്കുക? ഇതേ എണ്ണം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. 35 ഗ്രാം ഇത് എടുത്താല് അപ്പോ ഇത് മനസ്സിലായില്ലേ? ഗ്രാം മോൾ. അപ്പോ 1 ഗ്രാം മോൾ ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ആണ്. 1 ഗ്രാം ഹൈഡ്രജൻ. 1 ഗ്രാം മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. 1 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഗ്രാം ആണ്. 1 ഗ്രാം മോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോ 35 ഗ്രാം മോളല്ല, ഗ്രാമാണ്. അപ്പോ 35 ഗ്രാം എടുത്താലാണ് എന്തുണ്ടാവുള്ളൂ? 1 മോള്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ നോക്കാൻ വെച്ചാല് 1 ഗ്രാം മോൾ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ 1 മോൾ എന്തുണ്ടെന്ന് പറയും നമ്മള്? അപ്പൊ നമ്മൾ 3 ഗ്രാം ഓക്സിജൻ എടുത്തു. ഞാനിപ്പോ 48 ഗ്രാം ഓക്സിജൻ എടുത്തു അല്ലേ? എത്ര ഗ്രാം മോളാണ് എത്ര ഗ്രാം ആണ് 1 ഗ്രാം മോൾ ഓക്സിജൻ? 16 ഗ്രാം അല്ലേ? അല്ലേ? അതെ. അപ്പൊ ഇതിൽ എത്ര ഗ്രാം മോൾ ഉണ്ട്? 16 ഗ്രാം. 3 ഗ്രാം മോൾ ഉണ്ട്. ഗ്രാം മോൾ ഓക്സിജൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇതില് എത്ര ആറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മോൾ 6.022 into 10⁻23 into 3 ഇരട്ടിയല്ലേ? മനസ്സിലായില്ലേ? എണ്ണം കിട്ടിയില്ലേ? മനസ്സിലായ? അത് നമുക്ക് എണ്ണം കിട്ടി. ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുക 70 ഗ്രാം ക്ലോറിൻ എടുത്തു വിചാരിക്കുക. ഇപ്പൊ എത്ര അതിലായിരിക്കും? 35 ഗ്രാം അല്ലേ? അപ്പൊ അതിൽ 2 ഗ്രാം മോൾ ഉണ്ടായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ അതിലെത്ര? ഇത് 2 ഗ്രാം മോൾ അതിന്റെ ഇരട്ടി 2. മനസ്സിലായില്ലേ? അപ്പൊ എണ്ണം നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഗ്രാം മോൾ അറിഞ്ഞാൽ അതിലുള്ള ആറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാം മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞതിന്റെ 1 ഗ്രാം ഹൈഡ്രജന്റെ ഭാരമല്ല. 1 ഗ്രാം മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാമാ. 1 ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 35 ഗ്രാം ഇതാണ്. അപ്പൊ അതിലെ എണ്ണം നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? അപ്പൊ ഈ എണ്ണം പറയാൻ പറ്റിയാലാണ് നമുക്ക് എന്ത് വേണം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നോക്ക്, ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഹൈഡ്രജനും ക്ലോറിൻ ചേർന്ന് HCl ഉണ്ടാവുന്നു അല്ലേ? നമ്മള് കൂടുതൽ അളവ് ഇത് കൂടിച്ചേരുക 1 ഓക്സിജനും 1 ക്ലോറിനും കൂടിച്ചേർന്ന് ഇതാണ് തന്മാത്ര ഉണ്ടാവുക. അപ്പൊ ഒരെണ്ണ ചേരില്ല. അപ്പൊ ഇത് 2 എണ്ണം എടുത്തു, ഇത് 1 എടുത്തു കൊണ്ട് കൂടിച്ചേർന്നിട്ട് 1 ക്ലോറിൻ വേസ്റ്റ് ആവുന്നൊരു കാര്യമില്ല. കാരണം ഇതിൽ ഒരെണ്ണത്തോടാണ് കൂടിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ തുല്യ എണ്ണ എടുക്കണം കൂടിച്ചേരണമെങ്കിൽ. ഇതിൽ 10 എണ്ണം എടുത്തു ക്ലോറിൻ, ഹൈഡ്രജൻ 1 എടുത്തുള്ളൂ വിചാരിച്ചാൽ കൂടിച്ചേരുമ്പോൾ എന്താ ഉണ്ടാവുക? 9 ക്ലോറിനും വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ എടുക്കേണ്ട അളവ് അറിയണം, തുല്യ എണ്ണ എടുക്കണം. അപ്പൊ നമ്മൾ തുല്യ എണ്ണ എടുക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൽ 1 ഗ്രാം മോളില് X എണ്ണ ഉണ്ടെങ്കിൽ ഇത് 1 ഗ്രാമില് X എണ്ണ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതില് ഹൈഡ്രജൻ 1 മോൾ എടുക്കുകയാണെങ്കിൽ ഇതും 1 മോൾ എടുത്താൽ തുല്യമായിരിക്കില്ലേ? 1 മോൾ എടുക്കാന്ന് വെച്ചാൽ ഇത് 1 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഇത് 35 ഗ്രാം എടുക്കാണ് 1 മോള്. അപ്പൊ ഇതിൽ കൂടിച്ചേർന്നൊരു വേസ്റ്റ് ആയിരിക്കും വല്ലതും വരുമോ? ഇല്ല. അപ്പൊ കൂടിച്ചേർന്നതിന്റെ എണ്ണം നമുക്കറിയാം, തുല്യ എണ്ണാണ്. അപ്പൊ എത്ര അളവ് എടുക്കണം എന്ന് പറയാം. അപ്പൊ ഏതളവില് നമ്മളൊരു ലോറി
ഒരു ലോറിയുടെ അളവിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ഒരു ടാങ്ക് ഉണ്ടാക്കണമെങ്കിലും അതിലെടുക്കേണ്ട അളവ് അറിയാം. മനസ്സിലായ? ഇത് ക്ലോറിൻ ഇത്ര ഗ്രാമിന് ഇതിന് 1 ഗ്രാമിന് 35 ഗ്രാം, ഇത് 1 കിലോ എടുത്താൽ 35 കിലോ. അങ്ങനെ എടുത്താൽ എന്തായിരിക്കും? തുല്യ എണ്ണായിരിക്കും, യോജിക്കും. മനസ്സിലായ? അപ്പോൾ 1 ഗ്രാം മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ? അതാ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ആറ്റമിക് മാസിന്റെ തുല്യ ഗ്രാം എടുക്കുകയാണെങ്കിൽ അല്ലേ, ഇത് 16 അല്ലേ, ഇതിന്റെ 1 അല്ലേ ആറ്റമിക് മാസ്, ക്ലോറിന്റെ 35 അല്ലേ. അപ്പൊ അതിന് ആ ആറ്റമിക് മാസിനെ സൂചിപ്പിക്കുന്ന നമ്പറിന് തുല്യമായി ഗ്രാം എടുക്കുകയാണെങ്കിൽ ഗ്രാമോള് ആയിരിക്കും. മനസ്സിലായ? അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് ആ ഒരു വസ്തുവിന്റെ ഏതൊരു മൂലകത്തിന്റെയും എത്രയാണ് അതിന്റെ ആറ്റമിക് മാസ് അറിഞ്ഞാൽ ഗ്രാമോള് കണ്ടുപിടിക്കാം. ക്ലോറിന്റെ 35 ആയതുകൊണ്ട് അതിന്റെ 1 ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 35 ഗ്രാം ആയിരിക്കും. മനസ്സിലായ? ഇത്രയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപയോഗം. എന്തായാലും മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബായ്.